Good morning to all. Good morning, ma'am. Good morning. Good morning. Good morning, Strength ma'am. വളരെയധികം കൂടുതലാണല്ലോ അല്ലേ? ഇന്ന് കുറവ് പേരുള്ളൂ അല്ലേ മാം? കുറച്ച് പേരുള്ളൂ ഇന്ന്. സാറ്റർഡേ അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതിന് ശേഷം സംസാരിക്കാം കേട്ടോ. അപ്പോ പ്രയർ ഓക്കെ മാം. പ്രയർ. ദൈവമേ ഞാൻ നിൻ കവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്താൽ ഉറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലേകണമേ. എന്റെ വീതികളിൽ നീ ദീപമായിടണേ. ദൈവമേ ഞാൻ നിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. താങ്ക് യു മാം. ഓക്കെ, and then തോട്ട് ഞാൻ പറയാം മാം. ഇതില് പറഞ്ഞോളൂ. ഇല്ല, പറയൂ. Learn from yesterday, life for today, hope for tomorrow. ഇന്നലെ നിന്ന് പഠിക്കൂ, ഇന്ന് ജീവിക്കൂ, നാളേക്ക് പ്രതീക്ഷിക്കൂ. താങ്ക് യു ഓൾ. സൈനിങ് ഉണ്ടോ വേറെ ആരെങ്കിലും? ഞാൻ പറയട്ടെ. പറഞ്ഞോ. ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ക്ലാസ് എടുക്കുന്ന അശ്വതി മാമിനും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. ഓ, സ്ട്രെങ്ത് കുറവാണെന്ന് ആരും സാറ്റർഡേ ചെയ്തുകൊണ്ട് എല്ലാവർക്കും മടിയാണ് അല്ലെ? പിന്നെന്ന് വെച്ചാല് മക്കളുണ്ടാവും വീട്ടില്, സോ ബിസി ആയിരിക്കും. അതിന്റെ ക്ലാസ്സിൽ ആരുമില്ലല്ലോ. ടോപ്പിക്സ് എന്തെങ്കിലും നമ്മുടെ ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഡൗട്ട് ആയിരിക്കും എല്ലാവർക്കും. സോ എന്താ ചെയ്യാ? ആരുമില്ലാതെ നമ്മളെങ്ങനെ പ്രപ്പോസിഷനൊക്കെ എടുക്കാം? എടുക്കണോ? എടുക്കുന്നില്ലല്ലോ. ഞാൻ ആ പ്രപ്പോസിഷൻസ് ഞാൻ പഠിച്ചത് അറ്റും ഇന്നും ഓണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ, പറയട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. ഓക്കെ ഓക്കെ പ്രിപ്പോസിഷൻസ്. A preposition എന്ന് പറയുന്നത് a preposition is a word or group of words that related to other words to each other is called prepositions. Prepositions ഒരു വേർഡ് ആണ്, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അത് റിലേറ്റ് ചെയ്യുന്നു, രണ്ട് വേർഡ്സും തമ്മിൽ ടു ഓർ അതർ വേർഡ്സിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ prepositions എന്ന് പറയുന്നത്. So many prepositions is there. I will talk about, there are three types, three prepositions is there. First one in, then on, next at. Then in. ഇന്നിന് ഏതൊക്കെ നമ്മൾ ചെയ്യും? In will be used place, seasons, months, year, weeks, morning, afternoon and evening, small vehicles or enclosed spaces. അപ്പോൾ നമ്മൾ ഇതിന് വെച്ചുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. പ്ലേസിൽ ചേർക്കാം, സീസണിൽ, മന്ത്സിൽ, ഇയറിൽ, വീക്സിൽ, മോർണിംഗ്, ദെൻ ആഫ്റ്റർനൂൺ ഒക്കെ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം കേട്ടോ. ഇനി പ്ലേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് പറയാം. ഐ ലീവ് ഇൻ കൊച്ചി.
കണ്ടത് പ്ലേസ് ആണ്. ഐ ലിവ് ഇൻ കൊച്ചി. ദെൻ സീസണിലാണെങ്കിൽ എക്സാമ്പിൾസ് വി ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ. വി ഗോ ടു ദ ബീച്ച് ഇൻ ദ സമ്മർ. ദെൻ മന്ത്സിൽ പറയുകയാണെങ്കിൽ ഐ സെലിബ്രേറ്റഡ് മൈ ബർത്ത്ഡേ ഇൻ ഒക്ടോബർ. ദെൻ ഇയറിലാണെങ്കിലോ ഐ വാസ് ബോൺ ഇൻ 1998. ദെൻ വീക്സിലാണെങ്കിൽ ഹി ജോയിൻ അവർ കമ്പനി ഇൻ സെപ്റ്റംബർ. വീക്സിൽ. ദെൻ മോർണിംഗിലാണെങ്കിൽ ഷി വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി സ്മോൾ വെഹിക്കിൾസ് ആണെങ്കിൽ വി ആർ ഇൻ ദ കാർ. ദെൻ എൻക്ലോസ്ഡ് സ്പേസ് ആണെങ്കിൽ ദ സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ് റൂം. ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് ഓഫ് ഇൻ വെച്ചിട്ടുള്ളതാണെങ്കിൽ കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഓൺ. ഓൺ ചേർക്കുന്നത് ഓൺ വിൽ ബി യൂസ് സർഫേസ്, ദെൻ ഡേറ്റ്, ഡേ, ലാർജ് വെഹിക്കിൾസ്, മീഡിയാസ്. ഇവിടെയൊക്കെയാണ് ഓൺ ഉപയോഗിക്കുക. സർഫേസ്, ഡേറ്റ്, ദെൻ ഡേ, ലാർജ് വെഹിക്കിൾസ്, മീഡിയാസ്. ഡേറ്റിലുള്ള എക്സാമ്പിൾസ് ആണെങ്കിൽ ദെൻ പ്രൊജക്ട് ഈസ് ഡ്യൂ ടു ഓൺ ട്യൂസ്ഡേ. പ്രൊജക്ട് ഈസ് ഡ്യൂ ടു ഓൺ ട്യൂസ്ഡേ. ദെൻ ലാർജ് വെഹിക്കിൾസ് ആണെങ്കിൽ ഷീ ഈസ് ഓൺ ദ ബസ്. ദെൻ മീഡിയാസ് ആണെങ്കിൽ ഐ വാച്ച് വീഡിയോ ഓൺ ദ TV. സർഫേസ് ആണെങ്കിൽ മൈ ഓഫീസ് ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. അതൊക്കെയാണ് ഓൺ വെച്ചിട്ട്. നെക്സ്റ്റ് ഇനി അടുത്തതാണ് അറ്റ്. അറ്റ് ഉപയോഗിക്കുന്ന ഒരു പ്രൊപ്പോസിഷൻസ്. അറ്റ് ഉപയോഗിക്കുന്നത് ടൈം, ദെൻ സ്പെസിഫിക് പ്ലേസ് ആവാം, ദെൻ സ്പെസിഫിക് ടൈം ആവാം. ഇവിടെയൊക്കെ അറ്റ് ഉപയോഗിക്കും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ദ മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് അറ്റ് 5 o'clock. ദെൻ വി വിൽ കം ടു യുവർ ഹൗസ് അറ്റ് ഈസ്റ്റർ. ദെൻ ഷി ഓൾവേസ് വോക്ക് അപ്പ് അറ്റ് 7 AM. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന്, ഓണ്, അറ്റ് പ്രൊപ്പോസിഷൻസിനെ കുറിച്ചിട്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, നമ്മളിങ്ങനെ പഠിച്ച കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ കുറച്ചുകൂടെ അതിനെ കുറിച്ച് അല്ലെ നമുക്ക് അറിയാം എന്നൊരു തോന്നൽ വരും. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പറയുമ്പോഴാണ് ഓക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്ക് അങ്ങനെ ഒരു ബോധ്യം വരാം. ശരിയാണോ? ഞാൻ പല പ്രാവശ്യം എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നുണ്ട്, പഠിച്ച കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചിരിക്കുമ്പോൾ ഇങ്ങോട്ടാണെങ്കിലും ചോദിച്ച് പ്രസന്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? റീസൺ എന്താണ് ചേച്ചി? മാം, അത് എന്നാലാണ് നമുക്ക് പഠിച്ചു എന്ന് തോന്നുള്ളൂ. മറ്റുള്ളവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ടീച്ച് ചെയ്യാനായിട്ട് ഒരു ഇഷ്ടം തോന്നുമല്ലോ. ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്കായാലും നമ്മൾ ഇന്ന രീതിയിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ടീച്ചിങ്ങിന്റെ ഒരു മെത്തേഡ് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് ഒന്നാമത്തെ പോയിന്റ്. നമുക്ക് പറഞ്ഞു കൊടുക്കാനും ടീച്ചിങ് മെത്തേഡ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു, അത് പറഞ്ഞു കൊടുത്താലാണ് അത് അവർക്കതിൽ മനസ്സിലാവുള്ളൂ എന്ന് നമുക്ക് അതിലൊരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ തോന്നില്ല ഞാൻ പറയാനായിട്ട് എനിക്ക് തോന്നണം. ഇഷ്ടമായിട്ടാണ്. അതെ, നമ്മൾ പറയുമ്പോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലെ. നമ്മളപ്പോ ഒരു പ്രാവശ്യം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോ ഓക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ബെറ്റർ ആക്കാം എന്ന് നമുക്ക് തോന്നും. അത് പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രം അറിയാൻ പറ്റും അല്ലെ. എന്തൊരു കാര്യം എങ്ങനെയല്ലേ, നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിന്തിക്കും, പക്ഷെ അത് ചെയ്തു വരുമ്പോ അങ്ങനെ തന്നെ ആവണമെന്നില്ല. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ അത് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക, ബെറ്റർ ആക്കണം എന്ന് തോന്നുന്നത് വരുന്നപ്പോഴാണ്. അതുകൊണ്ട് നല്ലതാണ് കേട്ടോ, ആർക്കും അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നെ മിസ് ചെയ്യണമെന്നില്ല. മാം ഇംഗ്ലീഷൊക്കെ മാമിന്റെ ഒക്കെ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിന് പറയുമ്പോൾ തന്നെ വേറെ രീതിയിൽ ഇംഗ്ലീഷ് വേറെ സ്റ്റൈലായിട്ട് പറയാനായിട്ടേ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷൊക്കെ മാം ഇപ്പൊ വേറെ രീതിയിലാണല്ലോ. അപ്പൊ നമ്മളൊക്കെ പ്രിപ്പോസിഷൻ, അപ്പൊ ഈസ്, എ വേർഡ്, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ വേറൊരു സ്റ്റൈൽ ഓഫ് ഇംഗ്ലീഷ് ഇല്ലേ, അതൊക്കെ നമുക്ക് മാം അങ്ങനെ പറയണനുസരിച്ച് നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്കൊക്കെ അങ്ങനെ വരുന്നുണ്ട് പോലെ എനിക്ക് തോന്നണേ. ജസ്റ്റ് ഇംഗ്ലീഷ് ഒക്കെ വായിക്കുമ്പോഴേ, ലെസൺസ് ഒക്കെ വായിക്കുമ്പോഴേ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ ടൈപ്പ് ഓഫ് ഇംഗ്ലീഷൻസ് ഒക്കെ പ്രൊണൗൺസിയേഷൻ ഒക്കെ വേറെ രീതിയിലൊക്കെ വരണ പോലെ എനിക്ക് തോന്നുന്നു. വേറെ ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തോന്നണേ അങ്ങനെയൊക്കെ. വെരി ഗുഡ്. അത് നമ്മൾ വായിച്ച്, അത് നമ്മള് മനഃപൂർവ്വം വരുന്നതാണെന്ന് വെച്ചാൽ മനഃപൂർവ്വം വരുന്നതല്ല. നമ്മൾ വായിച്ച് പതുക്കെ നമ്മൾ അറിയാണ്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ. ഓരോ വേർഡ്സ് ഇപ്പൊ നമുക്കതുമല്ല, നമ്മുടെ ഇംഗ്ലീഷായിട്ട് കുറച്ചൊരു കണക്റ്റഡ് ആണ്, നമുക്ക് അറിയാം, നമ്മളെ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ ഓരോ വേർഡ്സ് അതിന്റെ പ്രൊണൗൺസിയേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ഓരോ വേർഡ്സ് പ്രൊണൗൺസ് ചെയ്യുമ്പോഴും നോട്ട് ചെയ്തിട്ട് നമ്മൾ അറിയാവുന്നതാണെങ്കിൽ ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് പറയുന്നത്. അത് ചേഞ്ച് ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിയുന്നത് ഭയങ്കരമായിട്ട് മനസ്സിലാവും, ഭയങ്കര മാറ്റം വരും. കാരണം നമ്മൾ പോലും അറിയുന്നില്ല നമുക്ക് വരുന്ന മാറ്റങ്ങൾ. എനിക്കിപ്പോ വായിക്കാനായിട്ട് ഞാൻ നോക്കട്ടെ കേട്ടോ, അങ്ങനെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. എന്തെങ്കിലും ഗൂഗിളിലാണെങ്കിൽ സെർച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യാണെങ്കിൽ നമുക്ക് റീഡിങ് സ്കിൽ ഒന്ന് നോക്കാമായിരുന്നു. എന്തെങ്കിലും അങ്ങനെ നോട്ട്സ് എന്ന് പറയാനില്ല.
നിങ്ങളുടെ സബ്ജക്റ്റ് ആയാലും മതിയാവോ? ആ പറയൂ. നിങ്ങളുടെ വേറെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സബ്ജക്റ്റിലെ അതിന് വായിക്കാനുള്ള പോർഷൻസ് ഇതിലും ഉണ്ടോ? ഉണ്ട് മാം, കുറെ ഉണ്ടല്ലോ. ആണോ? മൊഡ്യൂൾ എടുക്കണ്ടായിരുന്നു. മൊഡ്യൂൾ ഫസ്റ്റ്, മാമിന്റെ സെക്കൻഡ് അല്ലേ? വേറെ അപർണ മിസ്സിന്റെയോ ആതിര മിസ്സിന്റെ ഒക്കെ പിന്നെ എടുക്കണ്ടായിരുന്നു, സൈക്കോളജി അങ്ങനെയൊക്കെ. അത് ഏതാണെന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചിട്ട് നമ്മുടെ റീഡിംഗ് സ്കിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ ഡെവലപ്മെന്റ് ഇതിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് മിസ്. ഇതിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ്. ഞാൻ ചെറുപ്പത്തിലേക്ക് പറയും. ഇനിയിപ്പോ ഏതാണ്ട് ഇത് കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ ചെയ്താ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നല്ലൊരു ചാപ്റ്റർ ആണല്ലോ ഇത്. ഗുഡ് ന്യൂട്രീഷൻ. അതിൽ ഏതാണെന്ന് പറയൂ, ഞാൻ നോക്കാം, അത് വായിക്കാം. ലാംഗ്വേജ്. ലാംഗ്വേജ് എടുത്താലോ? എടുത്താണോ? ചാപ്റ്റർ ആണോ? ഇല്ല, എടുത്തില്ല. എടുത്തത് പറയൂ, വായിക്കാം. ഇതൊന്നും എടുത്തിട്ടില്ല മിസ്സേ. മുകളിലോട്ട് ഇതാണ് എടുത്തത്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എടുത്തിട്ടുണ്ട്. അതിലുള്ള മിക്ക ചാപ്റ്റർ അതൊക്കെ എല്ലാം എടുത്തതാണ്. ഹൈജീൻ നോക്കിയാലോ? പറയൂ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് 2 ചാപ്റ്റർ 2 എടുത്താണോ? എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് മാത്രമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കുന്നു. ഞാൻ എന്റെ മീനിങ് ഒന്നും പറയില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു. ഫസ്റ്റ് ചാപ്റ്റർ എടുത്താണോ? ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു. മാം ഇത് ജസ്റ്റ് വായിക്കാനല്ലേ, വായിപ്പിക്കാനല്ലേ? ജസ്റ്റ് വായിക്കുന്നു. പ്രൊണൗൺസിയേഷനും ഒരു മോഡുലേഷനും ഒക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിനു വേണ്ടി മാത്രം. എല്ലാം റെഡി ആണല്ലോ? ഓരോ പാരഗ്രാഫായിട്ട് നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ഓക്കെ. അപ്പൊ യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ മതിയോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ മതിയോ? അതോ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കണോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ വായിച്ചാൽ മതിയോ? മതിയോ? ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ആരെ വായിക്കാം? ഞാൻ വായിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കണോ? മിസ് വായിച്ചിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് നമ്മൾ വായിക്കാം. അങ്ങനെയല്ലേ പറയൂ അല്ലേ? ഞാനും മാത്രം പെർഫെക്റ്റ് ഒന്നല്ല കേട്ടോ. അതും ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്മാരാണ്. തെറ്റാർക്കും വെച്ചാ. ഓക്കെ, വായിക്കാട്ടോ. Health is a necessary condition for the development of the child. All types of development of a child, physical, social, cognitive, affective, psychomotor, language, etc., are affected by this health. Aristotle's maxim, sound mind in a sound body. It's a completely accepted idea. പാരഗ്രാഫ് വായിച്ചത് എനിക്ക് തോന്നിയിരുന്നു ഇത് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് വിളിച്ചിട്ടപ്പോ. ഓക്കെ, വിടും. അടുത്ത പാരഗ്രാഫ് പോവാം. Health can be defined as one of two sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health education. Health, nothing but another name of hygiene. The word hygiene has been derived from the Greek word name of Greek goddess of healing, and it means health. The knowledge on health and the hygiene children to achieve and maintain good health and the hygiene habits by themselves as well as the society. Okay?
സെക്കൻഡ് പാര മതി കേട്ടോ. ഫസ്റ്റ് പാര വായിക്കണ്ടേ, സെക്കൻഡ് പാര. ഓക്കെ മാം, വായിക്കട്ടെ. Health can be defined as one or two sentences. According to experts, health is not in which an individual is free from any diseases. Here comes the role of health education. Health nothing but another name of hygiene. The word hygiene has been derived from the Greek word name of Greek gods of healing, and it means health. The knowledge on health and hygiene children to achieve and maintain good health and hygiene habits by themselves as well as the society. ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അവര് ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവാം, ഒരു കോമ ഉണ്ട്, അതൊക്കെ നമ്മൾ അവിടെ നിർത്തി വായിക്കാം. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. Health can be defined as one or two sentences. ഇങ്ങനെ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി വായിക്കുന്ന പോലെയാണ്. അപ്പൊ health can be defined as one or two sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health education. Health nothing but another name of hygiene. The word hygiene has been derived from the Greek word name of the goddess of healing, and it means health. The knowledge on health and hygiene children to achieve and maintain good health and hygiene habits by themselves as well as the society. അതായത് നമ്മൾ മലയാളം വായിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയാണ് വായിക്കുക. പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ കേൾക്കുമ്പോഴാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ഞാൻ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ നോട്ട്ബുക്കിൽ നോക്കണ്ട, കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ഓക്കെ, health can be defined as one or two sentences. അല്ലെ, ഹെൽത്തിൽ നമുക്ക് one or two sentences ഡിഫൈൻ ചെയ്യാം. Health can be defined as one or two sentences. അപ്പൊ ഇങ്ങനെയും കുട്ടികളോട് പറയുമ്പോൾ അവർക്ക് നമ്മൾ പറയുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, then according to experts, health is not in which an individual is free from any disease. Health is not in which an individual is free from any disease. Okay, ഞാൻ മലയാളം മീനിങ് ഒന്നും പറയുന്നില്ല കേട്ടോ, മനസ്സിലാവുന്നുണ്ടല്ലോ. Here comes the role of health education. എന്താണ് റോൾ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? എന്താണ് റോൾ? എന്താണ്? Here comes the role. Health nothing but another name of hygiene. The word hygiene has been derived from the Greek word name of Greek goddess of healing, and it means health. The knowledge on health and hygiene children to achieve and maintain good health and hygiene habits by themselves as well as the society. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വായിക്കാം. ഇങ്ങനെ വായിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. സ്ലോലി ഓരോ സെന്റൻസ് വൈസും നമുക്ക് അറിയാം. നമുക്ക് വായിക്കുമ്പോൾ പോലും അതിന്റെ മീനിങ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് കേൾക്കുന്നവർ. അല്ലാതെ ഇങ്ങനെയും വായിക്കാട്ടോ. Health can be defined as one or two sentences. According to experts, health is not which an individual is free from any diseases. Here comes the role of health education. Health nothing but another name of hygiene. The word hygiene has been derived from the Greek word name of goddess of healing, and it means health. ഇങ്ങനെ സ്പീഡിൽ വായിക്കാം, മീനിങ് മനസ്സിലാക്കാതെ വായിക്കാം. പക്ഷേ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ, അതായത് ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ച പോലെ വായിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകും, വായിക്കുന്ന ആൾക്ക് അതിനെ കുറിച്ച് അറിയാം, അവർക്ക് മീനിങ് മനസ്സിലായിട്ടാണ് അവർ വായിക്കുന്നത്. സോ നമ്മൾ എങ്ങനെ വായിക്കുന്നോ അതുപോലെ തന്നെയായിരിക്കും കേൾക്കുന്ന ആൾക്കും അത് കൺവേ ആകുന്നത്. ക്ലിയർ ആണോ? അതുപോലെ നമ്മൾ പതുക്കി വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊണൗൺസിയേഷൻ എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഓരോ വേർഡ് നമ്മൾ കറക്റ്റ്ലി പ്രൊണൗൺസ് ചെയ്തായിരിക്കും വായിക്കാൻ. ഓക്കെ, ഇനി ആ പാറ്റേൺ വായിക്കണ്ട, വേറെ നോക്കാം. ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ വായിക്കും. ആരാ വായിക്കാം? വായിക്കൂ. ഞാൻ ആരെയും വിളിക്കില്ല, നിങ്ങൾ ഇഷ്ടത്തിന് വരാം കേട്ടോ. അവർക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അവർക്ക്
വായിക്കാവുന്നതാണ്. വായിക്കൂ. ഞാൻ വായിക്കാം മാം. Importance of health education. Habits and behavior here in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students. Whatever they learn about health in the school do inform or discuss with their parents and other family members. Hence, health knowledge generate through school and the parents also get education. And it's Okay. ആ പാരഗ്രാഫ് മതി. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കണം. Okay. ഇനി നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? ഞാൻ വായിക്കട്ടെ മാം. Importance of health education. Habits and behavior familiar in childhood remain constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Okay. Then അടുത്തത് വായിക്കൂ. ആൻസി വായിക്കൂ ആൻസി. വായിക്കാം മിസ്. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It's education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a different effect on the community. Whatever happens in a community has its effects on this school. It expected school students. മിസ് ഞാൻ ടെക്സ്റ്റ് എടുത്തില്ല, സ്ക്രീനിൽ നോക്കിയാണ് വായിക്കുന്നത്, പിന്നെ കിട്ടുന്നില്ല. ആണോ? സൂം ചെയ്യണോ? ചെയ്യണോ? പറയൂ. മിസ് കിട്ടുന്നില്ല. ഓക്കെ, ക്ലിയർ. Okay, മിസ് ഒന്നുകൂടെ വായിക്കാം. Importance of health education. Habits and behavior familiar in childhood remain constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education.
Okay, okay, Anzi, then what's next? Yeah, വായിക്കത്തില്ല ആരും. ജിറ്റി, try ചെയ്യൂ. വായിക്കട്ടെ. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that help the child to achieve healthy habits and attitude. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school, it accepted school students. Whatever they learn about health in the school do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Okay, okay, ജിറ്റി. ഇനി ആരെങ്കിലും വായിക്കുന്നുണ്ടോ? മാം ഇനി ഞാൻ ഞാൻ വായിക്കാം. Yeah, okay, മുഫാസില വായിക്കും. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in a school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected the school students. Whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Thank you, ma'am. Okay, then what's next? Nobody? Okay, ഞാൻ വായിക്കട്ടെ. എപ്പോഴും വായിക്കുമ്പോ ഒരു വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാബിറ്റ്സ്, ഓക്കെ, ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ ആൻഡ് ബിഹേവിയർ ആൻഡ് എന്നൊന്നും പറയണ്ട. ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ, ഓക്കെ, ആൻഡ് ബിഹേവിയർ അങ്ങനെയാണ്. ആൻഡ് ബിഹേവിയർ എന്നല്ല, കൂടെ പറയാം. ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ familiar in childhood remains constant even in adulthood. Okay, habits and behavior familiar in childhood remains constant even in adulthood. Adulthood. It is education that helps the child to achieve healthy habits and attitudes. It is education that helps child to achieve healthy habits and attitudes. No health program can be improved without the help of a school. No health program can be improved without the help of a school. A school, not a school. No, a school. Okay, a school. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on school. Whatever happens in community has its effect on school. It expected school students. Whatever they learn about health, the school to inform or discuss with their parents and other family members. Whatever they learn about health in school, to inform or discuss with their parents and other family members. Hence, health knowledge generates through
school and parents also get education. Hence, health knowledge generates through school and parents also get education. Okay? അതായത് നമുക്ക് ഫ്ലുവൻസി വരുന്നത് ഒരു മോഡുലേഷൻ ചേഞ്ച് ആകുന്നത് പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് അല്ലെ. പ്രൊണൗൺസിയേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഇനി എങ്ങനെ പഴയതുപോലെ വായിക്കാനൊന്നും എനിക്ക് പറ്റില്ല, കാരണം ഓൾറെഡി നമ്മൾ ഒരു പ്രൊണൗൺസിയേഷൻ വായിച്ച് അങ്ങനെയാണ് ഇപ്പോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ വേർഡും പറഞ്ഞു പഠിക്കാം. ഓരോ വേർഡ് ഹാബിറ്റ്സ്, ഹാബിറ്റ്സ്, ബിഹേവിയർ, ബിഹേവിയർ, ഓക്കെ, ബിഹേവിയർ, ഫെമിലിയർ, familiar, childhood, childhood, remains, remains, constant, constant, adulthood, adulthood, education, education, health, health, achieve, achieve, healthy, 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 not healthy, healthy habits. Attitudes, program, program, improved, improved, without, hand, hand, whatever, are, steps are, taken, T ആണ്, T, not T, T അല്ല, നാക്ക് മടക്കിയല്ല ടാ പറയാം, അങ്ങനെയല്ല, അത് മലയാളത്തിൽ ടാ, ഇംഗ്ലീഷിൽ ടാ ഇല്ല. T ആണ്, കാറ്റ് എന്ന് പറയുന്നത്, കാറ്റ്, ആ T, അങ്ങനെയാണ് ഇവിടെ T പറയുന്നത്, T, okay, T, take on, school, regarding, റായും ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് ഈ 6 സൗണ്ട് വരാം. regarding, right, rod, return, കണ്ടോ, അങ്ങനെ വരും. regarding have a direct, T പറയില്ല നമ്മള്, take നമ്മൾ കുറച്ച് പുഷ് ചെയ്താ പറയും. അതന്നെ D വരുമ്പോ അങ്ങനെയല്ല, bad, D വരും. D-നെ കുറച്ച് നമ്മൾ പുഷ് ചെയ്യാതെ D എന്ന് പറയാം, പയ്യെ പറയും. Direct, effect on the community, the community ആണ്, the community വരും. അതായത് ദായും ദിയും നമ്മൾ പറയാറുണ്ട്, ദാ ആൻഡ് ദി അല്ലെ. അതൊക്കെ എവിടെയൊക്കെയാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് ആർട്ടിക്കിൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. The community, whatever happens in a community, not a community, in a community has its effect, okay, effects എന്ന് പറയാം, effect on the school, എന്ന് പറയുന്നത്, on school is it expected school students they learn about health and in the school to inform or discuss with their parents, other family members. Okay, then health knowledge generates through school and parents also get education. Okay, importance of health education. മനസ്സിലാവുന്നുണ്ടോ? ട്രൈ ചെയ്ത് നോക്കിയാലോ? വായിച്ചോളൂ. ഇങ്ങനെ വായിക്കും. ഏകദേശം കുറച്ച് ഞാൻ പറഞ്ഞു, ആ ഒരു മോഡുലേഷൻ വെച്ചിട്ട് ഒന്ന് റെക്ടിഫൈ ചെയ്ത് ഒന്ന് വായിച്ച് എല്ലാവരും വായിക്കണം മാം. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It's educations that helps the child to achieve healthy habits and attitudes. No health programs can be improved without the help of school. Hence, whatever steps are taken in schools regarding health have a direct effect on the community. Whatever happens in a community
has its effect on the schools it expected school students. Whatever they learn about health in the schools do inform or discuss with their parents and other family members. Hence, health knowledge generates through schools and parents also get education. Okay, Rishi, how do you feel now? Better? ഓക്കെ മാം മാം കമ്മ്യൂണിറ്റി എന്നാ പറയാ ടി ആണ് പറയണ്ടല്ലേ മാം നമ്മളെ കമ്മ്യൂണിറ്റി അങ്ങനെ പഠിച്ചേക്കണത് കമ്മ്യൂണിറ്റി ടീ പറയണ്ട ടാ ഇല്ല നാക്ക് പഠിച്ചോളം ടാ ഇല്ല ആയാണ് ടി വരുമ്പോ ടേക്കൺ ടേക്കൺ ഓക്കെ ടീ വരുന്നാല് കാറ്റില്ലേ കാറ്റ് ഓക്കെ പുഷ് ചെയ്ത് പറയാം ഒന്ന് ഫോഴ്സ് ചെയ്ത് പറയാം ഡയറക്റ്റ് പറയും ഡിറക്റ്റ് അല്ലേ മാം ഡിറക്റ്റ് അപ്പൊ ഈ ചാ പറയില്ലേ ചാ പറയുന്നതിനെ നമ്മളൊന്ന് ഫോഴ്സിങ് കുറയ്ക്കാം അതിൽ ജി വരണം ടീ എന്ന് പറയും വേണം നാക്ക് വളക്കരുത് ജി എന്ന് പറയും ഡ്യൂറക്റ്റ് development എന്താ പറയാ development ഓക്കെ ക്ലിയർ കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ആവുന്നുണ്ടല്ലോ അല്ലെ ചേച്ചി ചേച്ചിയുടെ പേരെങ്ങനെയാ ചേച്ചി പ്രൊണൗൺസ് ചെയ്യുന്നത് ഡിറ്റി എന്നാണ് പറയുന്നത് ഡിറ്റി എന്ന് പറയണോ ഡിറ്റിയാണ് DITTY ഡിറ്റി ഇതിൽ രണ്ടും ഉണ്ട് ജിയും ഉണ്ട് ടിയും ഉണ്ട് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യാം അപ്പൊ ജിജി ജിജി ഞാൻ വിളിക്കുന്ന ശ്രദ്ധിക്കുന്ന എനിക്കറിയാം ജിജി എന്നാ ഞാൻ പറയാം ജിജി ഡിറ്റി ഡിറ്റി അല്ലേ മാം ഓക്കെ ഡിറ്റി ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് ബിസ്മിയ വായിക്കോ Okay, ma'am. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, to inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. ഓക്കെ ബിസ്മിയ കുഴപ്പമില്ല കേട്ടോ ഇമ്പ്രൂവ് ആകുന്നുണ്ട് എല്ലാവരും നിങ്ങൾ വിചാരിച്ച പറ്റും വിചാരിക്കാത്തതുകൊണ്ടാ ഓക്കെ ദെൻ ആൻസി പോയോ താങ്ക് യു ഉണ്ട് മിസ് വായിക്കാം. Importance of health education. Habits and behavior familiar in childhood remains constant even adulthood. It's education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents and family members. Hence, health knowledge generates through school and parents also get education. ഓക്കെ ഓക്കെ ആൻസി മിസ്സേ ഞാനും വായിക്കാം. റീജു വന്നോ വായിക്കും ഞാന് ഡ്രൈവിംഗിലേനു മിസ്സേ ഇപ്പൊ സൈഡ് ആക്കിയിട്ട് എനിക്ക് ക്ലാസ്സിന്റെ ഓർമ്മയില്ലേനു പെട്ടെന്ന് ഓർമ്മ വന്നു. ഓക്കെ ഓക്കെ വായിച്ചോളൂ ഞാനീ 12 മണി മുതലേ കേട്ടിട്ടുള്ളൂ. അതിനു മുൻപേ എന്താ പറഞ്ഞൊന്നും കേട്ടിട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല നമ്മള് ജസ്റ്റ് ഒരു റീഡിംഗ് പോലെ വായിച്ചു നോക്കിയതാ ഓക്കെ മിസ്സേ ഞാൻ വായിക്കാം. Importance of health education. Habits and behavior familiar in childhood remains
constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of school. Hence, whatever steps are taken in a school regarding health have a direct affection on the community. Whatever happens in a community has the effect on the school. Expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Thank you, Miss. Thank you, friends. Okay, Riju. Thank you. ഇനി നെക്സ്റ്റ് ആരാ? മാം ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. ഹലോ ഹലോ ഞാൻ വായിക്കട്ടെ. ഷഹീറ. ഓക്കെ, ഞാൻ കുറെ ആയിട്ട് ക്ലാസ്സിലില്ലായിരുന്നു, ഇന്നൊന്ന് കയറിയത്. ഇത് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്ത് വായിക്കാനാണോ മാം? അതെ. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. Importance of health education. Habits and behavior familiar in childhood remain constant even in adulthood. It is education that helps the child to achieve healthy habits and attitude. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Okay, Shakira. Thank you, ma'am. Then, മാം ഞാൻ റീഡ് ചെയ്യാം. Mike. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It's education that helps the child to achieve healthy habits and attitudes. No health programs can be improved without the help of school. Hence, whatever steps are taken in school regarding have direct effort on the community. Whatever happens in a community has its effect on the school. It expects school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Yeah, okay. ഇനി ഞാൻ വായിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും നമ്മൾ അതിന്റെ മീനിങ് നമ്മൾ പോലും അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ആ മീനിങ് മനസ്സിലാക്കി വായിക്കുമ്പോഴും അതിൽ കുറച്ച് ക്ലിയർ ആകും. ഒരു മോഡുലേഷൻ ചേഞ്ച് ആകും, ടോണിൽ വ്യത്യാസം വരും, നമ്മൾ വായിക്കുന്ന രീതിയിൽ വ്യത്യാസം വരും. അത് മീനിങ് മനസ്സിലാക്കുന്നതിന്റെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണം. ഇംഗ്ലീഷ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അതും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസിയാണ്. നമുക്ക് നമ്മളത് കറക്റ്റ് നമ്മളത് അങ്ങനെ തന്നെ വായിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് മീനിങ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ മാത്രമേ വായിക്കൂ. അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വരുത്തണ്ട, അത് അറിയാതാണെങ്കിൽ പോലും വരും. അപ്പൊ എന്താ ചെയ്യണ്ടേ? വായിക്കുക, വായിച്ച് പഠിക്കുക. ഓക്കെ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ബുക്സോ ഏതെങ്കിലും ജോണൽ, ഇഷ്ടമുള്ള ജോണൽ എടുക്കുക, വായിക്കുക. റീഡിംഗ് സ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വായിക്കുക, ഉറക്കെ വായിക്കുക, മനസ്സിൽ വായിച്ചതല്ല ഉറക്കെ വായിക്കുക.
ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, റീഡിംഗ് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. അതും ഇംഗ്ലീഷില് മാക്സിമം ഇംഗ്ലീഷ് തന്നെ വായിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് മലയാളം ഓൾറെഡി അറിയാം, ഇംഗ്ലീഷാണ് അറിയാത്തത്. സോ വായിക്കാൻ നോക്കുക. അതുപോലെ എന്തെങ്കിലും പോഡ്കാസ്റ്റോ എന്തെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്കാനോ ശ്രമിക്കാം. ലിസണിങ് ഇമ്പോർട്ടന്റ് ആണ്, റീഡിംഗ് ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഈ റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ഇതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പതിയെ പതിയെ സ്പീക്കിങ്ങിലേക്ക് വരും. ഓക്കെ, അതുകൊണ്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. സമയമില്ല എന്ന് പറയണ്ട, സമയം നമ്മൾ കണ്ടെത്താൻ ചെയ്യണ്ട കേട്ടാ. ഇപ്പോ 1 or 2 പ്രാവശ്യം വായിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല നിങ്ങള്, ഇല്ലേ? മാറ്റമുണ്ടോ? മാറ്റണ്ട് മാം, മാറ്റണ്ട്. വിചാരിച്ചാ പറ്റും. നമ്മളെ കൊണ്ട് പറ്റാതെ ഒന്നുമില്ലാന്നേ, നമ്മൾ വിചാരിക്കണം മാത്രം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ റീഡിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും, ഞാൻ നോട്ട്സോ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ട് നമുക്ക് വായിക്കണോ? നമ്മുടെ ഈ ടെക്സ്റ്റ് വേണ്ട, ടെക്സ്റ്റ് വായിക്കാതിരിക്കുന്നതാണ് കൊടുത്തിട്ട് പുറത്തുനിന്നോ ഞാൻ എന്തെങ്കിലും നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ വായിക്കണോ? പറയൂ, എന്താ ചെയ്യണ്ടേ? വേണം മാം. കേൾപ്പിക്കാൻ പറ്റില്ല എനിക്ക്, ലിസണിങ് പറ്റില്ല, റീഡിങ് നമുക്ക് നോക്കാം. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ പോർഷൻസ് കൊണ്ടുപോകാം. അതിന്റെ കൂടെ തന്നെ ഒരു ക്ലാസ് ഫുള്ള് നമ്മൾ സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ മറ്റു ക്ലാസ് ഫുള്ള് നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് പോവാം. അങ്ങനെ ഓക്കെ ആണ് നിങ്ങൾ? അത് റീഡിംഗ് ആകാം, റൈറ്റിംഗ് ആകാം, എന്തും ആകാം. ഓക്കെയാണ്, റെഡിയാണ്. മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെ പോകാം, കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ ഫോണിക്സ്, ഞാൻ ഈ ക്ലാസ്സിൽ കൂടെ ഞാൻ ഫോണിക്സ് പറഞ്ഞു പോണില്ല, എന്നാലും പ്രൊണൗൺസിയേഷൻ ഞാനത് ചെക്ക് ചെയ്ത് പോവാം. ഫോണിക്സ് ഞാൻ എന്തായാലും ക്ലാസ് എല്ലാം അവസാനിച്ചതിന് ശേഷം പ്രാക്ടിക്കൽ സെക്ഷൻ ആയിട്ട് വെക്കുന്ന ഒരു ക്ലാസ് ആണ്. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. എന്നാലും നമുക്ക് പോകെ പ്രൊണൗൺസിയേഷൻ ചെക്ക് ചെയ്യാം, പഠിക്കാം. പക്ഷെ ആസ് എ കോൺടെക്സ്റ്റ് ക്ലാസ് ആയിട്ട് ഞാൻ ലാസ്റ്റ് മാത്രം എടുക്കുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ നോക്കട്ടെ, നല്ല നല്ല ടോപ്പിക്സ് എടുത്തിട്ട് വരട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിക്കാം. ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ക്ലാസ് എടുക്കാം. ക്ലാസ്സിൽ നമ്മൾ നിർത്തിയില്ല, കാരണം സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഇനി പോർഷൻസ് എടുക്കുകയാണെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി പ്രപ്പോസിഷൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നല്ലത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വായിക്കലും എഴുതലും ഒക്കെ നമുക്ക് നോക്കാം. പതുക്കെ ഇമ്പ്രൂവ് ചെയ്യണം, സോറി. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. ഇത് തോന്നുന്നു നിങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, വന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് ഇപ്പോ, അല്ലേ? എനിക്ക് വേണ്ടി പറയണ്ട കേട്ടോ, നിങ്ങൾക്ക് മാത്രം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എല്ലാവരും മിസ്സിന് എന്ത് വിചാരിക്കും, മിസ് പഠിപ്പിച്ചാണല്ലോ ഇല്ലെങ്കിൽ വിചാരിക്കണമെന്ന് ചിന്തിക്കണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടോ അത് ക്ലാസ്സിൽ പറയും. ഓക്കെ, ഒന്നുമില്ല, എന്തെങ്കിലും സംസാരിക്കൂ. ഒന്നും പറയുന്നില്ലല്ലോ, എന്തെങ്കിലും വർത്തമാനം പറയൂ. എല്ലാരും അന്നത്തെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് ഓർമ്മ വരും, അപ്പോഴും നമ്മൾ വർക്കൊക്കെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം മറന്നു പോകണോന്നൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ മിസ്സായാലും അങ്ങനെ ആരായാലും അങ്ങനെ തന്നെ, നമ്മൾ അപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ. അത് ടച്ച് കളയരുത്. ഇപ്പൊ ഇന്ന് ഞാൻ പഠിപ്പിച്ചു, നാളെയും ഞാൻ പഠിപ്പിച്ച നോക്കണം. എല്ലാ ദിവസവും ചുമ്മായെങ്കിലും എടുത്ത് നോക്കണം. എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യൂ, എന്നാലാണ് ഈ മെമ്മറി പവർ ഒക്കെ ഉണ്ടാവുക. നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലാന്നേ, യൂസ് ചെയ്യുന്നില്ല ബ്രെയിനെ. കുറെ നാളത്തെ ഗ്യാപ്പായ പോലെ അപ്പോഴാണ് ഇപ്പൊ പിന്നെ അത് ശരിയായി വരുന്നുണ്ട്. പണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലായില്ല, ഗ്യാപ്പായല്ലോ, ഇത്രയും ഗ്യാപ്പായല്ലോ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ നമ്മൾ പഠിക്കണമെന്നില്ലല്ലോ. നമ്മൾ പഠിക്കുമ്പോ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് കുഴപ്പമില്ല, അതിങ്ങനെ പഠിച്ച് ശരിയായിക്കോളും. പഠിക്കാണ്ട് കുഴപ്പമാണ്. അത് ഞാൻ പലപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കണം. ഗ്യാപ്പ്, ഇനിയും ഒരു ഗ്യാപ്പ് വേണ്ട, കണക്റ്റഡ് ആയിട്ടിരിക്കാം. ഒരു ദിവസം നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം കണ്ടെത്താം പഠിക്കാൻ വേണ്ടി. അത് മടിയാണെങ്കിൽ പോലും കഷ്ടപ്പെട്ടാൽ ഇരിക്കുക, പിന്നെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. അങ്ങനെയാണ്, അങ്ങനെ ശരിയായിക്കോളും കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ കോഴ്സ് കഴിഞ്ഞാലും ഇംഗ്ലീഷ് പഠിക്കാതിരിക്കരുത് കേട്ടോ. നിങ്ങൾ ഒന്നുകൂടെ ആദ്യം മുതലേ പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാം, ഒരു കണക്ഷൻ കളയണ്ട.
നന്നായിട്ട് ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഡെയിലി എടുത്ത് നോക്കാം. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പഠിക്കാം. അതിപ്പോ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, വേറെ സബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എക്സാമായിട്ട് കണക്ഷൻ നമുക്ക് എപ്പോഴും വേണം. മെയിൻ എക്സാമിന് ടൈം ഉണ്ടല്ലോ. ടേം എക്സാം പോലെ ആയിട്ടില്ല. അതിന് മെയിൻ എക്സാം ആണോ? ഒരുപാട് ടൈം ഉണ്ട്. പേടിക്കണ്ട, സെറ്റ് ചെയ്യണം നമ്മൾ. മെയിൻ എക്സാം വരാൻ കാത്തിരിക്കണ്ട. മനസ്സിലാക്കി പഠിക്കോ. ഒന്നും ബൈഹാർട്ട് പഠിക്കരുത് കേട്ടോ. മനസ്സിലാക്കി പഠിക്കും. ഇപ്പൊ ഞാൻ ഈ ഒരു ടെൻഷനിൽ ചോദിച്ചത്. കുറെ ക്ലാസ് ഞങ്ങൾക്ക് കേൾക്കാൻ ഇംഗ്ലീഷിന്റെ തന്നെ മെയിൻ ആയിട്ട് പെൻഡിങ്ങിലുണ്ട്. പിന്നെ വർക്കും കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലുണ്ട്. ഓരോ സിറ്റുവേഷനിൽ എനിക്ക് എന്താ പറയാ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യൂ. ഈ ക്ലാസ് റെക്കോ ക്ലാസ് കാണുന്നതിലൊക്കെ ഏറ്റവും ബെറ്റർ ഗ്രൂപ്പിൽ ഒരാള് ഇത് ബ്രീഫ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ പ്രപ്പോസിഷനെ കുറിച്ച് പറഞ്ഞുതരാൻ പറഞ്ഞ ആരായാലും പറഞ്ഞുതരും. ഞാനെടുത്ത ഇൻ ഓൺ ആക്ട് ഈ മൂന്നും സിമ്പിൾ ആക്കി പറഞ്ഞുതരും. ഗ്രൂപ്പ് ഇപ്പൊ ഇനാക്റ്റീവ് ആണ്, ആരുമില്ല. റെക്കോർഡിന് തുടങ്ങിയതിനു ശേഷം ഗ്രൂപ്പ് അത്രയ്ക്ക് ആക്റ്റീവ് അല്ല. റെക്കോർഡ് വർക്കിന്റെ പുറകെയാണ് എല്ലാവരും. ഇനിയിപ്പോ ഗ്രൂപ്പ് ആക്റ്റീവ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാലോ. ആരോട് ചോദിച്ചാലും ആരും പറഞ്ഞുതരും. ആര് നിങ്ങളുടെ ഒരു കാര്യം പറയാട്ടോ, ആര് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആരോടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകും, പറയുന്നത് നമുക്കും കുറച്ച് ക്ലാരിറ്റി വരും. ഞാൻ കൺഫ്യൂഷനിലുള്ള ക്ലാസ് കണ്ടിന്യൂ ആയിട്ടുള്ളത് കേൾക്കണോ അല്ലെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ. ഒരു കാര്യം ചെയ്യും. ഇനി അഥവാ ആരും പറഞ്ഞു തരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ത്രൂ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ വരെ പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഇത് ചോദിക്കാം. ഡയറക്റ്റ്ലി ചോദിക്കാൻ ഞാൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. സൈൻ ഔട്ട് പറയാം. മിസ് പാട്ട് പാടുവോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അപർണ മിസ് പാട്ട് പാടി തന്നായിരുന്നു. സൈൻ ഔട്ട് ആയിട്ട് ആതിര മിസ് പേരെപ്പോഴും പാടുവോ? പാട്ട് പാടിയോ? ആതിര മിസ് സൈൻ ഔട്ട് ആയിട്ട് പാട്ട് പാടി. അപ്പൊ അശ്വതി മിസ് ഇന്ന് പാട്ട് പാടണം. ഞാൻ പാട്ട് പാടിയിട്ടില്ലേ ക്ലാസ്സിൽ? ഇല്ല, പാട്ട് പാടിയിട്ടില്ല. പറയണ്ടേ പാടാനില്ല. ഇല്ലേ, നിങ്ങൾക്ക് വേണ്ടി പാടാതിരിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ക്ലാസ്സിലും പാടുന്ന ഒരു പാട്ടുണ്ട്. സ്ഥിരമാണ് കേട്ടോ. ഏത് ക്ലാസ് എടുത്താലും കാണാൻ പറ്റും. ഞങ്ങക്ക് ഇതുവരെ പാടി തന്നിട്ടില്ല. പാടാലോ, ഈ പാടില്ലെന്ന് കേട്ടോ. പക്ഷെ പാടാൻ ഞാൻ ക്യാമറ ഓർക്കും. അത് വേറെ കാര്യം. ഓക്കെ ആണല്ലോ. ഞാൻ അങ്ങനെയാണ് ക്യാമറ ഓഫ് ചെയ്യും. എക്സ്പ്രഷൻ നിങ്ങൾ കാണാൻ പാടില്ല. ഓക്കെ, അപ്പൊ പാട്ട് പാടാം. ഇനി പാടില്ലെന്ന് വേണ്ട. ഡിസ്ക്ലൈമർ ആയിട്ട് പറയാണ്, ഞാൻ എല്ലാ ക്ലാസ്സിലും പാടുന്ന ഒരേ ഒരു പാട്ട് ഇത് മാത്രമാണ്. പക്ഷെ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. വേറെ പാട്ടൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, മാറ്റി പഠിക്കാം. ഇതിപ്പോ തൽക്കാലം എടുക്കില്ല. ഓക്കെ, ഇപ്പൊ പാടാൻ പോകാം കേട്ടോ. നല്ലതാണെന്ന് പറയണ്ട, മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം. എനിക്ക് വിഷമാവുമെന്ന് വിചാരിച്ച് നല്ലതാണെന്ന് പറയരുത് കേട്ടോ. ഓക്കെ, അപ്പൊ പാടാൻ പോവാണേ. ഇരുളുവീഴും വഴിയിൽ തനിയെ പോകുമ്പോൾ നൊമ്പരം മായ്ക്കുവാൻ അങ്ങകലെ നീ കൊടർന്നൊരു താരകം മനസ്സിൻ മണിയിലെ മാന്തളിരിൽ മയങ്ങും മണിക്കുരുന്നേ ധനമായി വിളികളി തഴുകാൻ ഞാൻ ഉറങ്ങും തീയുണം ഉറങ്ങും തീയുണം. കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പാടി. നമ്മളെയൊക്കെ വെച്ച് മിസ് നല്ല അടിപൊളിയായിട്ട് പാടി. അടിപൊളിയായിട്ടാ മാം, അടിപൊളി, സൂപ്പർ. സൗണ്ട് നന്നായിട്ടുണ്ട് മിസ്സിന്റെ. പാട്ട് പാടാൻ പറ്റുന്ന സൗണ്ട്. നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ. നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറയോ? ആരും കുറ്റം പറയില്ല. അങ്ങനെ പറയൂ.
എന്നാ മിസ് ഇവര് കുറ്റം പറയാം, പിച്ച് ശരിയായിട്ടില്ല. ആ പിച്ച് ശരിയല്ല, ശരിയാണ്. കുറച്ചും കൂടെ ശരിയാക്കാനുണ്ട്. പ്രാക്ടീസിന്റെ കുറവാ, പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ലല്ലോ. ഓക്കെ, സാധകം ചെയ്തില്ല എന്നൊക്കെ, സാധകം ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ സൈൻ ഔട്ട് പറഞ്ഞല്ലേ. എന്നാ ഓക്കെ, ഞാൻ പോയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. See you on the next class. Okay, so thank you all, and bye to all. Thank you, ma'am. Okay, thank you. Ma'am, thank you. Thank you, ma'am. Thank you, ma'am. Thank you, Miss.